അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ 30,000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന 1 കോടിക്ക് മുകളിൽ വരുമാനം നേടിയിരുന്ന പർപ്പിൾ ചേച്ചിയുടെ അക്കൗണ്ട് അടിച്ചു പോയിരിക്കുകയാണ് ഗൈസ്. ഉള്ളത് പറയാലോ, ഈ വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തൊന്നും ഒരു വാർത്ത കേട്ടിട്ട് ഇത്ര സന്തോഷിച്ചിട്ടില്ല. ഞാനത് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, നീ എന്തൊരു നീചനാണ്, ഒരാളെ പതർച്ചയിൽ സന്തോഷിക്കുന്ന നീയൊക്കെ ഒരു മനുഷ്യനാണോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പെണ്ണ് കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായി ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കാണിച്ചു കൂട്ടിയ കസർത്തുകൾ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. ക്ലീവേജും മറ്റു ശരീരഭാഗങ്ങളും കാണിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നു. അതുവഴി ആണുങ്ങളെ ആകർഷിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. അത് കണ്ട് കുറെ ഞെരുമ്പ് രോഗികളാണെങ്കിലോ ഇവൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. പച്ചക്ക് പറഞ്ഞാണെങ്കിൽ ഒരു ഓൺലൈൻ വ്യഭിചാരമാണ് ഇവൾ ഇത്രയും കാലം ഇൻസ്റ്റാഗ്രാമിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് പൂട്ട് വീണെന്നറിഞ്ഞപ്പോൾ പിന്നെ സന്തോഷിക്കല്ലാണ്ട് പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടി പോയെങ്കിലും അതെങ്ങനെയാണ് പൂട്ടിയത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇനി ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിയതാണോ, അതല്ലെങ്കിൽ ആരെങ്കിലും ഹാക്ക് ചെയ്ത് കൊണ്ടുപോയതാണോ, ഇനി അതുമല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തൻ കയറി പണിതതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അക്കൗണ്ട് പൂട്ടി പോയിട്ടുണ്ട്. ഇപ്പൊ ആളുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണാനില്ല. അല്ല, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഒരുപാട് ഞരമ്പ് രോഗികളുടെ കൺകണ്ട ദൈവമായിരുന്നു ഇവള് അല്ലെ. അങ്ങനെയുള്ള ദൈവമാണ് കൺമുന്നിൽ നിന്നും ഒറ്റയടിക്ക് അപ്രത്യക്ഷയായിരിക്കുന്നത്. ഇനി നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ഞരമ്പ് രോഗികൾ എന്ത് ചെയ്യും അല്ലയ്യ? എന്തായാലും അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ കഷ്ടമുണ്ട്. എന്തായാലും ഇവളുടെ അക്കൗണ്ട് പോയതിന് പിന്നാലെ ഇന്നലെ കുറെ എണ്ണം ഇൻസ്റ്റാഗ്രാമിൽ കരഞ്ഞോട് കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. അല്ലെങ്കിൽ ഈ കേരളത്തിലെ ആൾക്കാർക്ക് ആരെങ്കിലും ഒന്ന് പച്ച പിടിച്ച് വരുന്നത് കാണുമ്പോൾ അങ്ങ് ക്രിമികടി തുടങ്ങും. എന്ത് ക്രിമികടിയിടോ? ഇവള് മര്യാദക്കാണ് പച്ച പിടിച്ച് പോയതെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ ഇവളെ പ്രൊമോട്ട് ചെയ്യും. പക്ഷെ ഇവള് മര്യാദക്കല്ലല്ലോ പച്ച പിടിച്ച് വന്നത്. വലിയൊരു വിഭാഗം ഞരമ്പ് രോഗികളെ മുതലാക്കിക്കൊണ്ട് പലരുടെയും ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ടല്ല അവള് പച്ച പിടിച്ചത്. അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് കണ്ണുകടി തന്നെയാണ് മോഞ്ഞെ. ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ഇവർ ഇവിടുത്തെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്ത് ജീവിക്കേണ്ട കേട്ടോ. അവൻ കാര്യമായിട്ട് പർപ്പിൾ ചേച്ചിക്ക് സപ്പോർട്ടുമായി വന്നേക്കുവാണ്. കഷ്ടം അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ? ഇങ്ങനൊക്കെ പറയാനും വേണം മനുഷ്യനൊരു ഉളുപ്പില്ലായ്മ. ലേശം ബോധമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇവരിങ്ങനൊക്കെ പറയോ? നിങ്ങൾ തന്നെ പറ. കഷ്ടണ്ട മോനെ നിന്റെ അവസ്ഥ ആലോചിച്ചിട്ട്. പബ്ലിക്കായി ഇവിടെ സപ്പോർട്ട് ചെയ്യണം നിന്നെ ഒന്നും എന്ത് പേരിട്ട് വിളിക്കണമെന്ന് അറിയില്ല. നീ എന്തായാലും ബാക്കി പറ. ഏകദേശം 1 മാസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിയേറ്റർ ആണ് പർപ്പിൾ ഹൽസി എന്ന് പറയുന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പൊ കാണാനില്ല. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം ഡിസേബിൾ ആക്കിയെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, റിപ്പോർട്ട് അടിച്ചിട്ടാണോ എന്തോ സംഭവം എന്നറിയില്ല. അവരുടെ അക്കൗണ്ട് പോയിട്ടുണ്ട്. കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ആ പേജിൽ തന്നെയാണ് കടന്ന് ഉറങ്ങുന്നത് തന്നെ. അവർക്ക് എത്ര സബ്സ്ക്രിപ്ഷൻ കൂടി, എത്ര കൗണ്ടായി, എത്ര ക്യാഷ് അവർ മാസം സമ്പാദിക്കുന്നുണ്ട്, 1 കോടി 2 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ചറപ്പറ വീഡിയോ ആയിരുന്നു. എന്തൊക്കെയായാലും അവരുടെ അക്കൗണ്ട് അടിച്ചു പോയിട്ടോ. പാവം ചേച്ചി. ഓ പാവം ചേച്ചി നോക്കി. ഓന്റെ ഒരു സഹതാപം നോക്കി നിങ്ങള്. ഇത്രക്കും സഹതാപം വാരി വിതറാന് നിന്റെ അമ്മായിന്റെ മോണൊന്നും അല്ലല്ലോ പർപ്പിൾ ചേച്ചി. അതുകൊണ്ട് മോന് ഓവർ സഹതാപം ഒന്നും കാണിക്കാൻ നിൽക്കണ്ട. അതിന് മാത്രം ഒന്നും ഇല്ല കേട്ടോ. എന്റെ അഭിപ്രായത്തിൽ ഇവരുടെ അക്കൗണ്ട് ഒക്കെ നേരത്തെ അടിച്ചു പോകേണ്ടതായിരുന്നു. കുറച്ച് ലേറ്റ് ആയിരുന്നു മാത്രം. പിന്നെ ഒരു കാര്യത്തിൽ പർപ്പിൾ ചേച്ചിക്ക് ആശ്വസിക്കാം. നേടേണ്ടതെല്ലാം ചേച്ചി ഈ കാലയളവിനുള്ളിൽ തന്നെ നേടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ചേച്ചി 1 കോടി രൂപ എടുത്ത് സമ്പാദിച്ചു കഴിഞ്ഞല്ലോ. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇനി ശിഷ്ടകാലം അടിച്ചു പൊളിക്കാൻ അത് തന്നെ ധാരാളം. ഇവിടെ പലരും ജീവിതകാലം മൊത്തം അധ്വാനിച്ചാലും അത്രക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ആ ഒരു എമൗണ്ട് ആണ് ചേച്ചി 1 മാസം കൊണ്ട് ഉണ്ടാക്കിയത്. ഇനിയിപ്പോ അക്കൗണ്ട് അടിച്ചു പോയാലും ചേച്ചിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാലോ. എന്തായാലും കൊള്ളാം. ചേച്ചിയുടെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുടെ കരച്ചിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളെ വീഡിയോ നോക്കാം. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഒരു ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തു ഒരു അക്കൗണ്ടിൽ, ഒരു ചേച്ചിന്റെ അക്കൗണ്ടിൽ. അത് എടുത്തുകാണ്ട് കഴിഞ്ഞ് നോക്കിയപ്പോ അക്കൗണ്ടും പൂട്ടിപ്പോയി. പൊന്നാർ ചേച്ചി ഈ 2 റിയാലിന്റെ കറിയും വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ഈ മുറ്റം കൈ കിട്ടണ 399 റുപ്യാണ്. തിരിച്ചറിയാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ ഒരു മാർഗമില്ല മോനെ. കഴുപ്പ് മൂത്ത് ചെലവാക്കിയ പൈസ അല്ലേ, അത് അങ്ങനെ തന്നെ പോയി എന്ന് വിചാരിച്ചാൽ മതി. മോൻ ബാക്കി പറഞ്ഞാലും വല്ലാത്തൊരു പരിപാടി ആയിക്കും. ഇത് കായ് കൊടുത്താലേ പൈസ കിട്ടും. ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ട്? എന്താ ചെയ്യാൻ? 399 റുപ്യ പോയത്. അത് അല്ലെങ്കിലും പോവുക എന്തേലും കണ്ടിടല്. 72 ലക്ഷം റുപ്യ വരുമാനം, 80 ലക്ഷം റുപ്യ വരുമാനം എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു. അപ്പൊ എന്തായി? നമ്മളവിടെ മുറ്റം കൈക്കും കണ്ടുണ്ടാക്കിയ കായ് പോയി. സമാധാനായി. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അക്കൗണ്ട് പോയിക്കണം എന്തായാലും. അപ്പൊ ഈ പൈസ ഒക്കെ പോയില്ലേ, നന്നായി. അതെ അവസാനം അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ട് നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയനെ. ഇനിയും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വീഡിയോസ്. കുറെ എണ്ണവളുടെ അക്കൗണ്ട് പോയതിന് കരഞ്ഞു മേകുന്നുണ്ട്. ചിലവരൊക്കെ പിന്നെ ഫണ്ണായിട്ടാണ് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഇതൊന്നും ഇവിടെ അവസാനിക്കാൻ പോണില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് പർപ്പിൾ ഇല്ലെങ്കിൽ നാളെ ഓറഞ്ച്, അത്രേ ഉള്ളൂ. ഇവൾക്ക് പകരം നാളെ മറ്റാരെങ്കിലും വരും. അതോടെ ഈ കരഞ്ഞു നിൽക്കുന്നവന്മാരൊക്കെ അവളുടെ പിന്നാലെ പോകും. അത്രേ ഉള്ളല്ല. ഇവിടെ കാണാൻ ആളുണ്ടെങ്കിൽ കാണിക്കാൻ ആൾക്കാരുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു പർപ്പിൾ അക്കൗണ്ട് പോയി എന്ന് വിചാരിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റിന് മാത്രമാണ്. ഗവൺമെന്റ് ഇതിന് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരണം. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി എന്തൊക്കെയോ നിയമം പാസ്സാക്കാൻ പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൾഗാരിറ്റി പ്രൊമോട്ട് ചെയ്യുന്നവരുടെ അക്കൗണ്ട് അടിച്ചു കൂട്ടുന്നൊക്കെയുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതൊരു നിയമമായി മാറിക്കഴിഞ്ഞാണെങ്കിൽ കാര്യങ്ങൾ കൊള്ളാം. അതായത് സോഷ്യൽ മീഡിയയിൽ ഈ ക്ലീവേജ് കാണിച്ചു അനാവശ്യമായി വശീകരണ പരിപാടികൾ ചെയ്തും റീച്ച് ഉണ്ടാക്കുന്ന ആളുകളുടെ അക്കൗണ്ട് തെരഞ്ഞു പിടിച്ച് സസ്പെൻഡ് ചെയ്യണം. ആ രീതിയിലുള്ള ഒരു സൈബർ വിങ്ങിനെ ഗവൺമെന്റ് സെറ്റ് ആക്കണം. വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണിത്. വലിയ എഫേർട്ട് ഒന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ഗവൺമെന്റ് നടപ്പാക്കി കഴിഞ്ഞാണെങ്കിൽ വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഇതോടെ പർപ്പിൾ ചേച്ചിമാരെ പോലുള്ള
മറ്റുള്ളവരുടെ അഴിഞ്ഞാട്ടം വലിയ തോതിൽ അവസാനിപ്പിക്കാൻ പറ്റും. അതിനിവിടെ ഗവൺമെന്റ് തന്നെ വിചാരിക്കണം. അല്ലാണ്ട് നമ്മൾ കുറെ പ്രതികരിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ എത്ര കാലമായി പ്രതികരിക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഇതുവരെ ഉണ്ടായോ? അതാ ഞാൻ പറഞ്ഞത്, കുറെ ഞെരുമ്പ് രോഗികൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ വിമർശിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ മുതലെടുത്ത് വിറ്റകളെ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കും. അതത്രേ ഉള്ളൂ. പിന്നെ അവിടുത്തെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പറ്റം ഹാക്കേഴ്സ് വിചാരിക്കണം. ഈ ഹാക്കർമാർ വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ദിനം പ്രതി ഇഷ്ടംമാതിരി അക്കൗണ്ടുകൾ പൂട്ടി പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൂട്ടിപ്പോയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. പലർക്കും അറിയുമായിരിക്കും എന്റെ കാസറ്റ്. ഈ എന്റെ കാസറ്റിലെ കണ്ടന്റുകളൊക്കെ ശ്രദ്ധിച്ചവർക്ക് അറിയാം, ഹെവി സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ അക്കൗണ്ടിൽ ചർച്ച ചെയ്യപ്പെടാറുള്ളത് അല്ലേ. മെയിൻ ആയിട്ട് ഈ വലിയ വലിയ കോർപ്പറേറ്റുകൾക്കെതിരെ, വലിയ വലിയ ഹോസ്പിറ്റലുകൾക്കെതിരെ, വലിയ വലിയ കോളേജുകൾക്കെതിരെ, അതുപോലെ സുനിലോജിയെ പോലുള്ള പണക്കാർക്കെതിരെ, ഇവർക്കെതിരെയൊക്കെയാണ് എന്റെ കാസറ്റ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് സൈലത്തിനെതിരെ വരെ ഈ അക്കൗണ്ടിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ദിനം പ്രതി എന്റെ കാസിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഇങ്ങനെ പൂട്ടിപ്പോകലാണ് പതിവ്. എന്നിട്ടെന്താക്കും, ഇവർ അടുത്ത അക്കൗണ്ട് തുടങ്ങും, വീണ്ടും അതിൽ വീഡിയോസ് ഇടും, വീണ്ടും പൂട്ടിപ്പോകും, വീണ്ടും അടുത്ത അക്കൗണ്ട് കൊടുക്കും, അതിൽ വീഡിയോസ് ഇടും, അത് പൂട്ടിപ്പോകും. ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് കുറെ കാര്യമായിട്ട് തുടർന്ന് വരികയാണ്. ഇപ്പൊ തന്നെ ഒരു 10-15 അക്കൗണ്ട് എന്റെ കാസറ്റ് തുടങ്ങി കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ എന്റെ കാസറ്റിലുള്ളവൻ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ പല കോർപ്പറേറ്റുകൾക്കെതിരെയും പല വലിയ ആളുകൾക്കെതിരെയും ചെയ്യുന്ന സമയത്ത് അവരെന്താക്കും, പല കമ്പനികളെയും സമീപിക്കും, പല ഏജൻസികളെയും സമീപിക്കും. ഇതിനായിട്ടിരിക്കുന്ന കുറച്ച് ഏജൻസികളുണ്ട്. അവരെന്താക്കും, പുഷ്പം പോലെ ഇവന്റെ അക്കൗണ്ട് അങ്ങ് അടിച്ച് കൈ കൊടുക്കും. പിന്നെ ഇവരെ വേറെ അക്കൗണ്ട് തുടങ്ങി വീഡിയോ ചെയ്യാന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് പൂട്ടിക്കാനൊന്നും വലിയ പണിയില്ല. പക്ഷെ യൂട്യൂബിൽ അത് നടക്കത്തില്ല കേട്ടോ, കുറച്ച് പണിയാണ്. അത്യാവശ്യം സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. പക്ഷെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ പൂട്ടിക്കാൻ പറ്റും. ഏതെങ്കിലും നല്ലൊരു പണി അറിയാവുന്ന ഹാക്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഏജൻസിയോ വിചാരിച്ചാൽ മാത്രം മതി ഏതൊരാളുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുഷ്പം പോലെ പൂട്ടിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ, അത്യാവശ്യം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പറ്റം ഹാക്കർമാരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെടണം എന്നുള്ളതാണ്. എന്നിട്ട് ഇത്തരം അക്കൗണ്ടുകൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം അവരങ്ങ് അടിച്ചു കളയണം. അങ്ങനെ ഒരു പറ്റം ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ പർപ്പിൾ ചേച്ചിയെ പോലുള്ള ആളുകളെ ഈ സമൂഹത്തിൽ നിന്നും വലിയ തോതിൽ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ തുന്നിയിറങ്ങാൻ തയ്യാറാണെങ്കിൽ എന്റെ വക ഫുൾ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. അല്ലാതെ ഈ പരിപാടി നിർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇൻസ്റ്റാഗ്രാം ആദ്യമായിട്ടൊന്നുമല്ല സബ്സ്ക്രിപ്ഷൻ ഫീച്ചർ നൽകുന്നത്. 2022 ഇൻസ്റ്റാഗ്രാം ഈ ഫീച്ചർ നൽകിയിട്ടുണ്ട്. നൽകിയത് എന്തിനാണ്? ഒരു ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റർക്ക് താങ്കളുടെ വ്യൂവേഴ്സിന് എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. ഞാൻ അത്യാവശ്യം രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന വീഡിയോസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള എനിക്ക് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ തോന്നാണ്, ഇവിടുന്ന് എടുക്കുന്ന ദൃശ്യങ്ങൾ പെയ്ഡ് ആയിട്ട് മാത്രം എനിക്ക് വ്യൂവേഴ്സിൽ എത്തിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാം കൊടുത്തൊരു ഓപ്ഷനാണ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത്. ഇനി മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഞാനൊരു കുക്കിംഗ് ബ്ലോഗർ ആണെന്ന് വിചാരിക്കുക. അത്യാവശ്യം നല്ല റെസിപ്പീസ് ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുകയാണ്, ചില റെസിപ്പീസ് പ്രത്യേകിച്ച് ഈ വലിയ വലിയ റെസ്റ്റോറന്റുകളിലൊക്കെ കൊടുക്കുന്ന റെസിപ്പീസ് പെയ്ഡ് ആയിട്ട് ഈ വ്യൂവേഴ്സിന് എത്തിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ഇൻസ്റ്റാഗ്രാം കൊടുത്തത്. അതുപോലെ ബിസിനസ് ട്രിക്സും ടിപ്സും ഒക്കെ നൽകുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ശരിക്കും ഇതായിരുന്നു സബ്സ്ക്രിപ്ഷന്റെ പർപ്പസ് എന്ന് പറയുന്നത്. കുറച്ചു കാലം ഇത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലങ്ങളായി, പ്രത്യേകിച്ച് ഒരു 2-3-4 മാസങ്ങളിലായി ഇതിന്റെ ഒരു രീതിയെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, പർപ്പിൾ ചേച്ചിന്റെ കടന്നു വരവോട് കൂടിയാണ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ മിസ്യൂസ് ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സെലിബ്രിറ്റി ഫേസ് പോലും ഇല്ല, പ്രത്യേകിച്ച് ഇതിനു മുമ്പ് ആരും അറിയത്തുമില്ലാത്ത ഒരു സ്ത്രീ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് കടന്നു വരുന്നു, സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു. ഒരു മാസം കൊണ്ട് തന്നെ 10,000-20,000 സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കയറുന്നു. അതെങ്ങനെയാണെന്ന് കയറുന്നത് പഠിച്ചവന് മാത്രമേ അറിയത്തുള്ളൂ. അതോടെ അവർ ശ്രദ്ധിക്കപ്പെടുന്നു, അവർക്ക് കോടികൾ വരുമാനം ഉണ്ടെന്ന് അറിയുന്നു. ഇതോടെ പല പെൺകുട്ടികളും എന്ത് വിചാരിക്കാൻ തുടങ്ങി, ഞങ്ങൾക്കും ഇതേപോലെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം, ഞങ്ങൾക്കും ഇതേപോലെ മാസം ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കണമെന്ന് വിചാരിച്ച് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആളുകൾ ഈ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒന്ന് വേണ്ട, റീസെന്റ് ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ആ ചലഞ്ച് ഏറ്റെടുത്താലോ? അത്ര മതി, ബാക്കി ഞാൻ കാണിക്കണില്ല. അങ്ങനെ നിങ്ങൾ കാണിച്ച് സൂഹിക്കേണ്ട. അല്ലെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ ചേച്ചിമാരുടെ വീഡിയോസ് എല്ലാം എന്റെ ചാനൽ വന്ന് കാണിക്കുന്നു എന്നുള്ള ഒരു ചീത്തപ്പേര് എനിക്കുണ്ട്. തൽക്കാലം ആ ചീത്തപ്പേര് നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനത്തെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എന്തിനു പറയുന്നു, പണ്ട് മര്യാദക്ക് വീഡിയോസ് ചെയ്തിരുന്ന പല ചേച്ചിമാര് പോലും ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ക്ലീവേജ് കാണിക്കാനിരിക്കുവാണ്. ആ ലെവലിലേക്ക് വരെ ഈ സബ്സ്ക്രിപ്ഷൻ മിസ്യൂസ് ചെയ്യപ്പെട്ട് തുടങ്ങി എന്നുള്ളതാണ്. അതെല്ലാം തുടങ്ങി വെച്ചത് നമ്മുടെ പർപ്പിൾ ചേച്ചിയാണ്. കാരണങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മാസം കിട്ടുന്നത് എത്രയാണ്? 50 ലക്ഷം, 60 ലക്ഷം, 1 കോടിയൊക്കെയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടർക്ക് കൊണ്ട് ഇത്രയും വരുമാനം കിട്ടുട്ടോ. ഇത്രയും വരുമാനം വാങ്ങുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ മാസം 50-60 ലക്ഷം വരുമാനം വാങ്ങുന്ന ലെവലിലേക്കൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷത്തെ എഫേർട്ടും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ അതൊന്നും വേണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ക്ലീവേജ് കാണിച്ച് 3-4 വീഡിയോസ് ചെയ്താൽ മാത്രം മതി. മാസം ലക്ഷങ്ങളാണ് അക്കൗണ്ടിൽ. അപ്പൊ പിന്നെ എന്ത് നാണം, എന്ത് മാനല്ലേ? എല്ലാറ്റിങ്ങളും ക്ലീവേജ് കാണിച്ച് ഇറങ്ങിയേക്കുവാണ് ഇതിലേക്ക്. ഇത് തടയപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തായാലും പർപ്പിൾ
ചേച്ചിയുടെ അക്കൗണ്ട് അടിച്ചു പോയത് നല്ലൊരു തുടക്കാവട്ടെ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് അക്കൗണ്ടുകൾ അടിച്ചു പോകട്ടെ. അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പിന്നെ ഇപ്പൊ നിലവിൽ ഞാൻ നോക്കുമ്പോൾ പർപ്പിൾ ചേച്ചി രണ്ടാമതൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ദയവ് ചെയ്ത് ആരും അത് ഫോളോ ചെയ്ത് സഹായിക്കരുത്. വീണ്ടും അവരെ പഴയ നിലയിലേക്ക് എത്തിക്കരുത്. നിങ്ങളിലൂടെ വളരുന്ന ഒരു ഭാവി തലമുറയെ ഓർത്തെങ്കിലും ഈ പരിപാടി ചെയ്യരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.